students, welcome back to Bosco Campus Vision. This is my third lecture on managerial economics. In the last class, we were discussed about the meaning of business cycle, its features. Today, we are going to discuss the phases of business cycle or trade cycle. Before we go into the phases, one more time we can look at the definition of business cycle. According to Haberler, business cycle is the business cycle in the general sense. It may be defined as an alternation of periods of prosperity and depression of good and bad trade. Stages or phases of business cycle. The general changes in the economic activity can be compared to the swing of a pendulum. The following are the four phases of business cycle. First phase is boom. Second phase is recession. Third phase is depression. And the fourth one is recovery. ബിസിനസ് സൈക്കിളിൻ്റെ സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഫേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൂം എന്താണെന്നും റെസിഷൻ എന്താണെന്നും. ഓക്കെ, സാധാരണയായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നത് പെൻഡുലം സ്വിങ് ചെയ്യുന്നതിനോട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ദ ജനറൽ ചേഞ്ച് ഇൻ ദ എക്കണോമിക് ക്യാൻ ബി കമ്പയർഡ് ടു ദ സ്വിങ് ഓഫ് എ പെൻഡുലം. ബിസിനസ് സൈക്കിളിന് 4 ഫേസസ് ആണുള്ളത്, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ആണുള്ളത്. ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. 4 സ്റ്റേജസ്. ഇതിൽ 2 സ്റ്റേജാണ് ഇന്ന് ഈ സെഷനിൽ പറയുന്നത്. അടുത്ത 2 ഫേസസ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് സൈക്കിളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കി. ഇറ്റ് ഈസ് എ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആണ്. നോക്കി, ഒരു വേവ് ആയിട്ടാണ് ഓരോ സ്റ്റേജസും പോയിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നമുക്ക് ടൈം എടുക്കാം, വൈ ആക്സിസിൽ എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് നോക്കി ഏറ്റവും താഴെ നിന്ന് എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു താഴ്ഭാഗത്തു നിന്ന് കൂടി മുകളിലേക്ക് പോയി ബൂം, ഒരു പോയിന്റ് കഴിഞ്ഞാൽ ബൂം, അതിൻ്റെ മാക്സിമം പീക്ക് അതിൻ്റെ മുകളിൽ പീക്ക് എത്തുന്നു. അവിടെ പീക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് താഴോട്ട് പോവുകയാണ് റിസഷൻ. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആ പോയിന്റിന് താഴോട്ട് വരുന്നത് ഡിപ്രഷൻ. ഓക്കെ, ദെൻ ഡിപ്രഷൻ്റെ ഏറ്റവും ലോവർ പാർട്ട് എന്ന് പറയുന്നത് ട്രഫ് റീജിയനാണ്. ട്രഫിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് പതിയെ റിക്കവറിയിലോട്ട് പോവുകയാണ്. റിക്കവറി ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ബൂം സ്റ്റേജിലേക്ക്, വീണ്ടും പീക്കിൽ നിന്നും വീണ്ടും റെസഷൻ, വീണ്ടും ഡിപ്രഷൻ, ഇങ്ങനെ വേവ് ലൈക്ക് ഇങ്ങനെ പോവുകയാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്കണേ, നല്ലതുപോലെ ഈ ഗ്രാഫ് പഠിക്കണം കേട്ടോ. എക്സ് ആക്സിസിൽ ടൈം നമ്മൾ ഷോ ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിൽ എക്കണോമിക് ആക്ടിവിറ്റി. ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മുകളിലോട്ട് ബൂമാണ്. ബൂം മാക്സിമം എത്തുന്നത് പീക്കിലെത്തിയാൽ അവിടെ നിന്ന് താഴോട്ട് പോവുകയാണ്. ഏറ്റവും താഴെ എത്തുന്നതിന് മുൻപേ ആ ലൈന് തൊട്ട് മുകളിൽ നോക്കി, ലൈന് തൊട്ട് മുകളിൽ റെസിഷൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേജിന്. ബൂം നമ്പർ 1, സെക്കൻഡ് സ്റ്റേജ് റെസിഷൻ, ദെൻ തേർഡ് സ്റ്റേജ് ഡിപ്രഷനിലാണ് ഡിപ്രഷൻ എത്തുന്ന ആ ഒരു പോയിൻ്റാണ് ട്രഫ് എന്ന് പറയുന്നത്. ട്രഫ് റീജിയനിൽ നിന്ന് വീണ്ടും 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നു, റിക്കവറി. ഓക്കെ, നോർമൽ ആക്ടിവിറ്റി ആണ് നമ്മൾ ആ ഒരു ലൈനിൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു നോർമൽ ആക്ടിവിറ്റി. ആ ഒരു പർട്ടിക്കുലർ നോർമൽ ആക്ടിവിറ്റിക്ക് മുകളിലും താഴെയുമായിട്ടാണ് ഈ ഓരോ ഫേസസും നടക്കുന്നത്, ഓരോ ഫേസസ് സംഭവിക്കുന്നത്. നോർമൽ ആക്ടിവിറ്റി നോക്കി, നോർമൽ ആക്ടിവിറ്റിക്ക് താഴെ ഭാഗം എപ്പോഴും ഡിപ്രഷനും റിക്കവറി ആ ഒരു സ്റ്റേജ് ആയിരിക്കും. നോർമൽ ആക്ടിവിറ്റിക്ക് മുകളിലാണെങ്കിൽ എപ്പോഴും ബൂം സ്റ്റേജ്, പീക്ക്, റിസഷൻ. ഓക്കെ, ഇത്രയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഫേസ് ഈസ് ബൂം ഓർ പ്രോസ്പെരിറ്റി ഓർ എക്സ്പാൻഷൻ. ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ പ്രത്യേകതകളൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
The boom phase means a state in which the real income consumed, the real income produced, and the level of employment are higher or rising. ഒരു പ്രോസ്പെരിറ്റി ഫേസിൽ, അതായത് ബൂം ഫേസിൽ പരമാവധി ഇൻകം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ അത് പരമാവധി നമ്മൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും തൊഴിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസ്പെരിറ്റി ടൈമാണ് ബൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ, അതുപോലെ നിലവിലുള്ള ഫേമിൻ്റെ കപ്പാസിറ്റി പരമാവധി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പുതിയ പുതിയ ബിസിനസ് യൂണിറ്റ്സുകൾ തുടങ്ങുന്നു. ഈ ഒരു പുതിയ തുടക്കം എന്നുള്ളത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ്. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഫ്ലറിഷസ് ആൻഡ് ദർ ഈസ് ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്കറിയാം ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേനും മെഷീൻസ്, മെറ്റീരിയൽസ്, ഇതെല്ലാം വരുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുകയാണ്. സോ ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഡ്, ദെൻ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ റിസോഴ്സസ് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് വേജസ്, കോസ്റ്റ് ആൻഡ് പ്രൈസസ്. റിസോഴ്സസിൻ്റെ എല്ലാം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേജസും കോസ്റ്റും പ്രൈസസും എല്ലാം തന്നെ ഇൻക്രീസ് ആകുന്ന അവസ്ഥ. ദെൻ increase in price is faster than increase in cost, result in increase in profit. അതുപോലെ തന്നെ ചിലവിനേക്കാൾ കൂടുതലായിട്ട് സാധനങ്ങളുടെ വില കൂടുന്നത് കൊണ്ട് തന്നെ പ്രോഫിറ്റും പരമാവധി കിട്ടുകയാണ് ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റും ഇൻക്രീസ് ആവുകയാണ്. സോ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് സ്റ്റോക്ക് മോർ ടു മീറ്റ് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഡിമാൻഡ് കൂടിയത് കൊണ്ട് തന്നെ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും എല്ലാം തന്നെയും കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വയ്ക്കാൻ റെഡിയാവുന്നു. അതുപോലെ പ്രൊഡ്യൂസ് മോർ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഡീലേഴ്സ്. ഇപ്പോൾ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും എല്ലാം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സ്റ്റോക്ക് അവർ വയ്ക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ ഉൽപ്പാദകരെ സംബന്ധിച്ച് അവർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. So in this process of expansion, even the most efficient factors are employed at higher rates. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു എക്സ്പാൻഷൻ്റെ ഈ ഒരു പ്രോസസ്സ് ടൈമിൽ ഏറ്റവും ഹൈ റേറ്റിലായിരിക്കും വർക്കേഴ്സിനെ എല്ലാം നിയോഗിച്ച് അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത്. സോ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്സ് പ്ലേസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ബിക്കംസ് ആക്റ്റീവ്. പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നത് എല്ലാം കൂടെ കൊണ്ടും ക്യാപിറ്റൽ മാർക്കറ്റ് കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. ബിസിനസ് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഫേസായ ബൂമിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അടുത്ത ഫേസാണ് റിസഷൻ. ബൂം കനോട്ട് ലാസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി, ഇറ്റ് ക്യാരീസ് വിത്ത് ഇറ്റ് സീഡ്സ് ഓഫ് റിസഷൻ. ബൂം ഇങ്ങനെ തന്നെ നിൽക്കത്തില്ല. അതിൻ്റെ അവസാനം ആ പീക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ആ റിസഷൻ്റെ ഒരു സീഡ് അതിൻ്റെ ഉള്ളിലുണ്ട്. അറ്റ് ദ പീക്ക് ഓഫ് ബൂം ദർ ഈസ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ആ ബൂം സ്റ്റേജിൽ പരമാവധി തൊഴിലവസരങ്ങളാണ് ഉള്ളത്. വേജസ്, കോസ്റ്റ്, പ്രൈസസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് സഫേഴ്സ്. അപ്പം വേജസും കോസ്റ്റും ഇങ്ങനെയുള്ള പ്രൈസും എല്ലാം കൂടുതലാണ്. സോ എല്ലാം കൂടുതലായിട്ടിരിക്കുന്ന, അതായത് തൊഴിലാളികൾക്ക് കൂടുതൽ ക്യാഷ് കൊടുക്കണം, പേയ്മെൻറ്റ് നടത്തണം, അതുപോലെ ചിലവ് കൂടുതലാവുന്നുണ്ട്, അതുപോലെ സാധനത്തിൻ്റെ പ്രൈസും അധികമാണ്. നമ്മളിപ്പോൾ ഒരു റോ മെറ്റീരിയൽ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതിന് കൂടുതൽ പൈസയാകുന്നു. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്തോ സംഭവിക്കുന്നത്, നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയിലായിരിക്കും. സോ കോസ്റ്റ് ഓവർടേക്ക് പ്രൈസസ് ആൻഡ് ഫേം സ്റ്റാർട്ട് ഇൻകറിങ് ലോസസ്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലവാണ് കൂടുതൽ. ചിലവ് കൂടുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് പതുക്കെ നഷ്ടം വരാനും തുടങ്ങും. ഫർദർ ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഫർദർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്. അപ്പം ചിലവ് കൂടുന്നത് കണ്ട് ഗുഡ്സിൻ്റെ പ്രൈസ് കൂട്ടാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗുഡ്സിൻ്റെ പ്രൈസ് കൂട്ടുന്നത് കാണുമ്പം കൺസ്യൂമേഴ്സ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാതെ വരുന്ന ഒരവസ്ഥയാവുന്നു. അതായത് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാൻ തുടങ്ങുന്നു. Stock pile-up leading to curtailment of production. There is retrenchment of employees which affects capital goods industries and capital market becomes less active. Firms are forced to liquidate their stock at lower prices to meet their debt obligations and margin of profit disappears. അതായത് കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കുറയുകയും ആൾക്കാർ വാങ്ങിക്കാൻ
പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളെല്ലാം അവിടെ എല്ലാം കെട്ടിക്കിടക്കാൻ തുടങ്ങുന്നു. അതുപോലെ പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാണ്. അതുപോലെ എംപ്ലോയീസിനെ എല്ലാം പിരിച്ചുവിടേണ്ടുന്ന ഒരവസ്ഥ. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് നോക്കുമ്പം ക്യാപിറ്റൽ മാർക്കറ്റും എല്ലാം തന്നെ ലെസ് ആക്റ്റീവായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫേമിന് വളരെ കുറഞ്ഞ പ്രൈസിൽ പല സ്റ്റോക്കുകളും അവർക്ക് വിറ്റഴിക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തു സംഭവിക്കണം, മാർജിൻ ഓഫ് പ്രോഫിറ്റ് കുറയുകയും ചെയ്യും. കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റോക്കുകൾ ഉള്ള വിലയ്ക്ക് അവർ വിൽക്കുവാൻ നോക്കുന്നു. സോ ഇതെല്ലാം തന്നെ കമ്പനിയെ വളരെ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. ഇപ്പം ബിസിനസ് സൈക്കിളിൻ്റെ 4 ഫേസിലെ 2 ഫേസാണ് ഇപ്പം ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെഷനിൽ അടുത്ത 2 ഫേസസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.